നമസ്കാരം. ഞാനിന്നിവിടെ പ്രവചിക്കാൻ പോകുന്നത് മകം നക്ഷത്രത്തെ ജനിച്ച ആൾക്കാർക്ക് ഈ മീനമാസത്തിൽ ജ്യോതിഷഫലങ്ങളാണ്. നിയമ സംവിധാനത്തിൽ, അതായത് ഭരണകൂടത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒരു സമയമാണ്. അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതിനുള്ള സാധ്യത കാണുന്നു. നീതിന്യായ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്കും ഏറെ ഗുണകരമായ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട്. ശമ്പളം വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അഭിഭാഷകരായി ജോലി നോക്കുന്നവർക്കും ഏറെ പ്രയോജനമുള്ള രീതിയിലുള്ള നേട്ടങ്ങൾ കിട്ടും. അവർക്ക് സാമ്പത്തിക ലാഭവും പേരും ലഭിക്കാം. അമ്പയറിംഗ് ആയി ജോലി ചെയ്യുന്നവർക്കും മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള വളരെ ഗുണങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. പൊതുപ്രവർത്തകർക്കും മറ്റു ജനപ്രതിനിധിയായി ഉള്ളവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുരാവസ്തു ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനമുള്ളൊരു സമയമാണ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അവർക്ക് നടത്താൻ സാധിക്കും. സംഗീത സംവിധായകന്മാർക്കും സംഗീതം ആലാപനം ചെയ്യുന്നവർക്കും ഏറെ മെച്ചപ്പെട്ട ഒരു അവസരമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. എൻജിനീയറായി ജോലി ചെയ്യുന്നവർക്ക്, ഏത് രീതിയിലുള്ള എൻജിനീയറിംഗ് ആയിരുന്നാലും അതിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറെ പ്രയോജനമുള്ളൊരു സമയമാണ്. നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കാം, ട്രാൻസ്ഫർ ലഭിക്കാം, അല്ലെങ്കിൽ മെച്ചപ്പെട്ട കമ്പനിയിലേക്ക് ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ചും ജനറ്റിക് എൻജിനീയറിങ്ങിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ മെച്ചപ്പെട്ട നേട്ടങ്ങളാണ്. നിങ്ങളെ തേടി ഒരുപാട് ഓഫറുകൾ നിങ്ങളെ തേടി വരുന്നതാണ്. വളരെ ഗുണപ്പെട്ടൊരു സമയമാണ് നിങ്ങൾക്ക്. വീട് മാറുന്നതിനും വീട്ടിനാവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും നിങ്ങൾക്ക് സാധിക്കും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇണയെ കണ്ടെത്തുവാനും നിശ്ചയമോ വിവാഹമോ നടക്കാനുമുള്ള സാധ്യത കാണുന്നു. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. ഈ സാമാന്യ ഫലങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് തടസ്സങ്ങളായി നിൽക്കുന്ന ദോഷഫലങ്ങളെയാണ് അടുത്ത് ഞാൻ പ്രവചിക്കുന്നത്. ഉദരവ്യാധി വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. മനസന്തോഷം കുറയാം, മനസമാധാനം കുറയാം. ഇത് സ്ഥാനഭ്രംശം, തരം താഴ്ത്തൽ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനാൽ ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കുക. പണിഷ്മെൻറ്റ്, ട്രാൻസ്ഫർ വരുന്നതിനുള്ള സാധ്യതയും കാണാം. എല്ലാ കാര്യവും മന്ദഗതിയിൽ പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം. ബന്ധുക്കൾ ആരെങ്കിലും മരിക്കേണ്ട ഒരു സാധ്യതയുണ്ട്. നിങ്ങളുടെ രക്തബന്ധുക്കൾ ആരെങ്കിലും മരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ദൂരയാത്ര ചെയ്യേണ്ടതായി വന്നേക്കാം. മരണാനന്തര ക്രിയകൾ ചെയ്യേണ്ടതായിട്ടും വന്നേക്കാം ചില മകനക്ഷത്രക്കാർക്ക്. ബന്ധുജനങ്ങളുടെ വിരോധം നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കരുത്, അത് വളരെ ആപത്തുണ്ടാക്കും. നിശബ്ദരായിരുന്ന ശത്രുക്കൾ തലപൊക്കി നിങ്ങളെ ആക്രമിക്കാൻ തുടങ്ങാം. ധനനഷ്ടവും കാണുന്നു. സർക്കാരിൽ നിന്നും ഭയം വരുന്ന രീതിയിൽ നോട്ടീസോ അതായത് സമൻസ് പോലുള്ളവ ലഭിക്കാം. മോഷ്ടാക്കൾ നിങ്ങളുടെ വില പിടിച്ച പല രേഖകളും, പണവും സ്വർണവും അങ്ങനെയൊക്കെയുള്ള രേഖകളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകേണ്ട ഒരു സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കുക. ധർമ്മപരമായ കാര്യങ്ങൾക്ക് തടസ്സം വരാം. എന്തെങ്കിലും വ്രതമെടുത്താലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളതിനെല്ലാം തടസ്സം വരാം. വളരെയധികം ചിന്തിക്കാതെ എടുത്ത തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നേണ്ട ഒരു അവസരം വരാം. ശ്രീ ശനീശ്വരനെ ശരണം പ്രാപിക്കുക. കൂടാതെ രാഹു, കേതു ഗ്രഹദേവതകളെയും കൂടി പൂജിക്കുക. ശനിയാഴ്ച ദിവസം ശനീശ്വരൻ്റെയും രാഹു, കേതു ഗ്രഹദേവതകളുടെയും പട്ടുവസ്ത്രങ്ങളും നവധാന്യങ്ങളും വച്ച് നിവേദ്യങ്ങളും വച്ച് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന്മാർ നിങ്ങളെ രക്ഷിക്കും. എല്ലാ നവഗ്രഹ ദോഷങ്ങളും മാറി ഗുണഫലങ്ങൾ ലഭിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ. ഇപ്പം നിങ്ങൾക്ക് കണ്ടകശനിയാണ് നടക്കുന്നത്. ശനി ഇനി മീനൻ രാശിയിലേക്ക് 29/3/2025 മാറുമ്പോൾ നിങ്ങൾക്ക് അഷ്ടമശനിയാണ് വരുന്നത്. വളരെ മോശപ്പെട്ടൊരു സമയമാണ്, പക്ഷേ വളരെ ശ്രദ്ധിക്കുക. ഇനി ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങളാണ്. അതിൽ 100% കൃത്യതയോടെയുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ മീനമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾ മാറുന്നതിന് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.